അന്വേഷിപ്പിൻ കണ്ടെത്തും. ടൊവിനോ ഒരു പോലീസ് കഥാപാത്രത്തിലെത്തുന്ന സിനിമയാണ്. ഇതിൻ്റെ ഒരു ടീസർ റിയാക്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ട്രെയിലർ വരുമ്പോൾ നമുക്ക് റിയാക്ട് ചെയ്യാമെങ്കിൽ അതിനൊരു ആ ഒരു സിനിമയുടെ ഒരു എന്തെങ്കിലും ഒരു ഹിൻസ് കിട്ടുകയുള്ളൂ എന്നുള്ളത്. ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഡാർവിൻ കുര്യാക്കോസാണ്. സന്തോഷ് നാരായണനാണ് മ്യൂസിക്. ഒരു ട്രെയിലർ വന്നിട്ടുണ്ട്. ഒരു 1.5 മിനിറ്റുള്ള ട്രെയിലറാണ്. ഫെബ്രുവരി 9 സിനിമ റിലീസാവുന്നത്. ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ് ഈ ഒരു സിനിമ. അപ്പം എന്താണ് ഈ ഒരു സിനിമയിൽ കാണിക്കാൻ പോകുന്നതെന്നുള്ളത് ഈ ഒരു ട്രെയിലർ റിയാക്ട് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പറയാം. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിലർ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആ ഒരു ടീസർ വന്ന സമയത്ത് നല്ല രസമുള്ള ഷൂട്ടുകളൊക്കെ ആയിരുന്നു. അപ്പം ഈ ഒരു ടീസർ ട്രെയിലർ എന്തായാലും കണ്ടു നോക്കാം. എന്നിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാം. ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വേർ വാസ് ഹി ഓർ ഷീ കിൽഡ് എന്നുള്ളത്. എനിക്ക് അന്വേഷിച്ച് തെളിയിക്കാൻ കഴിയാതെ പോയ 4-5 കേസുകളിൽ ഒന്നാണ്. നിങ്ങളുടെ അന്വേഷണത്തോട് യാതൊരു വിധത്തിൽ സഹകരിക്കുന്ന പഞ്ചായത്തിന്റെ തീരുമാനം. അധികാരം നമുക്ക് തന്നിട്ടില്ല. ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ ശിക്ഷിക്കപ്പെടണം. വ്യക്തികൾക്കൊന്നും ഞാനിത് രജിസ്റ്റർ ചെയ്യാൻ പോവാം. അൺഒഫീഷ്യലി ഇതിപ്പം വെറും ഒരു മിസ്സിംഗ് കേസല്ല. ആ ഭാഗത്തുള്ള ആളൊഴിഞ്ഞ എല്ലാ പറമ്പുകളും ഉപയോഗിക്കാതെ കിടന്ന കുളങ്ങൾ കിണറുകളും ഒക്കെ അടിച്ചവർക്കണം. അപ്പോൾ അതായത് ടീസർ ട്രെയിലർ. അത് വേറൊരു സാധനം കയറുന്നത് അവിടെ. അപ്പം സിനിമയുടെ സ്റ്റോറി റൈറ്റ് ചെയ്തിരിക്കുന്നത് ജിനു വി എബ്രഹാമാണ്. ഡാർവിൻ കുര്യാക്കോസ് ഡയറക്ഷൻ, സന്തോഷ് നാരായണ മ്യൂസിക്. ടൊവിനോ ഒരു പോലീസ് റോളിൽ വീണ്ടും എത്തുന്നു. അവസാനം മുതൽ കൽക്കിയിലാണെന്ന് തോന്നുന്നല്ലേ. കൽക്കി സിനിമ മോശമായിരുന്നെങ്കിലും ടൊവിനോയുടെ ലുക്ക് കൊണ്ട് കിടലമായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമയുടെ ഒരു ട്രെയിലർ നോക്കുമ്പം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കിടിലൻ സിനിമയാവും എന്നാണ്. കാരണം അതിനകത്ത് ഈവൻ സിംഗിൾ ഷോട്ട്സ് ഓരോ ഷോട്ട് ബൈ ഷോട്ടായിട്ട് ഇത് നോക്കുകയാണെങ്കിലും അടിപൊളിയായിട്ട് അത് ഈവൻ ആ ഒരു ഫസ്റ്റ് ഒരു ടോപ്പ് ഷോട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരു മർഡർ നടക്കുന്ന ആ ഒരു സാധനം കാണിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്നത്. അത് കിടിലൻ കളർ ഗ്രേഡിങ്, കിടിലൻ ഷോട്ട്. പിന്നെ ഓരോ ഷോട്ടുകളും അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നു. ഒരു 1.5 മിനിറ്റ് നമ്മൾ എങ്ങനെ പോകുന്നതെന്ന് അറിയാതെ പോകുന്ന ഒരു ട്രെയിലറാണ്. സിനിമയുടെ സ്റ്റോറിയുടെ ഒരു ഔട്ട്ലൈൻ എന്തായിരിക്കും എന്നുള്ള ഒരു ഊഹാപോഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടെങ്ങോ ഉണ്ടായിരുന്ന ഒരു കേസ്, ഒരു മിസ്സിംഗ് കേസായിരുന്നു. അതൊരു മർഡറായി തെളിയിക്കാൻ പറ്റാതെ പോയ ഒരു കേസ് ടൊവിനോയും ടീമും റീഓപ്പൺ ചെയ്യുന്നു. ആ ഒരു കേസ് ആരാണോ ആ ഒരു ക്രൈം ചെയ്തത് എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമമാണ്. എവിഡൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മർഡർ വെപ്പൺ കിട്ടാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു മർഡർ നടന്ന സ്ഥലം എവിടെയാണെന്ന് അറിയില്ല, ഒരു ബോഡി മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പം ആ ഒരു സ്ഥലം കണ്ടെത്താനായിട്ടും ആരാണ് അതിലെ പ്രതി അല്ലെങ്കിൽ ആ ഒരു മർഡർ ചെയ്തതെന്ന് കണ്ടെത്താനായിട്ടുള്ള ശ്രമമാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഈ ഒരു സീനുമായിട്ട് പോകുന്നത് അടിപൊളിയായിട്ടാണ്. അതുപോലെ തന്നെ ഓരോ സീൻ ബൈ സീൻ കാണിക്കുന്നതും. അപ്പോൾ ഇതിനകത്ത് ആരെയും മർഡർ ചെയ്യുന്നു, എന്താണ് അതിൻ്റെ മർഡറിനുള്ള മോട്ടീവ്, ഇനി മേ ബി ഒരു പ്രേമം ഫെയില്യൂർ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റേപ്പ്. സാധാരണ അങ്ങനെയാണ് മലയാള സിനിമകൾ കാണുന്നത്. ഇതിനി എന്താണ് മോട്ടീവ്? ഇനി സൈക്കോ കില്ലറാണോ, അല്ലെങ്കിൽ റിവഞ്ചാണോ? എന്തെങ്കിലും ഒരു മോട്ടീവ് കാണാണ്ടിരിക്കില്ലല്ലോ. അപ്പം ആ ഒരു മോട്ടീവ് എന്താണെന്ന് അറിയണം. മർഡർ വെപ്പൺ വേണം, ആരാണ് മർഡർ ചെയ്തതെന്ന് അറിയണം. ആ ഒരു സാധനം അന്വേഷിച്ച് കണ്ടെത്തുന്നതായിരിക്കും ഈ ഒരു സിനിമ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ട്രെയിലർ കണ്ടപ്പം കിട്ടിയ കുറച്ച് ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇത് മേ ബി ഇങ്ങനെ തന്നെ ആവാനാണ് ചാൻസ്. സിനിമ വരുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തായിരിക്കും ആ ഒരു സിനിമയിൽ ഇവർ മെയിൻ വലിയ ട്വിസ്റ്റുകളും ടേണുകളും ഉള്ളതായിരിക്കുമോ, അതോ നമ്മൾ യൂഷ്വലി കാണാറുള്ള പോലെ തന്നെ നമുക്ക് ആദ്യമേ അറിയാൻ വില്ലൻ ആരാണെന്നുള്ളത്.
പക്ഷേ കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രതിയെ കിട്ടാനായിട്ട് അതിനുള്ള എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയാണോ അതോ ഒരു അവസാനം ഒരു വലിയ ട്വിസ്റ്റിലൂടെ പ്രതിയെ കണ്ടുപിടിക്കുന്ന സീനാണോ കാണിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും ഒരു അടിപൊളി സിനിമ ആകും എന്നാണ് ഒരു ട്രെയിലർ കാണുമ്പോൾ ട്രെയിലർ കാണുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഇൻഡ്യൂഷൻ വരും ഇതൊരു നല്ല സിനിമ ആയിരിക്കും. ചിലപ്പോൾ പാളിപ്പോവും, ചിലപ്പോൾ നല്ലതായിരിക്കും. ഇതൊരു നല്ലതാവാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു അടിപൊളി ട്രെയിലറാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ. അത് അവർ തന്നിട്ടുള്ളത് ഫെബ്രുവരി 9 ഒരു സിനിമ റിലീസ് ആവുന്നത്. പറ്റുമെങ്കിൽ അന്ന് തന്നെ പോയി കണ്ടിട്ട് നമുക്ക് അന്നേരം റിവ്യൂ ചെയ്യാം സിനിമ എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇതാണ് ആ ഒരു അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ റിയാക്ഷൻ.